വളരെ സിമ്പിളായിട്ടുള്ള സിനിമ. ദിനേഷ് നമ്മുടെ സുഹൃത്താണ്, പക്ഷെ അങ്ങനത്തെ ഒരു ബയസും ഇല്ലാതെ സിനിമ കാണാമെന്ന് ഭയങ്കര ബ്യൂട്ടിഫുൾ ഫീൽ ചെയ്യുന്ന ഒരു മൂവിയാണ്. ഭയങ്കര നൊസ്റ്റാൾജിക്കാണ്, രസമായിട്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പാട്ടായാലും അതിൻ്റെ സ്കോറിംഗ് ആയാലും സ്ക്രിപ്റ്റ് ആയാലും അതിൻ്റെ ക്ലൈമാക്സ് ഒക്കെ ആയാലും ഭയങ്കര രസമുള്ള ഫീൽ ഗുഡ് ഒരു പരിപാടി. അതിൽ മനസ്സ് നിറഞ്ഞ സിനിമ കണ്ടത്. പടം അടിപൊളിയാണ്. തീർച്ചയായും തിയേറ്ററിൽ വന്ന് തന്നെ കാണണം. കാരണം കുട്ടികളുടെ സിനിമയാണ്, പുതിയ ആളുകളാണെന്നൊന്നും പറഞ്ഞ് മാറ്റി നിർത്തരുത്. വളരെ നല്ല സിനിമയാണ്. 2 മണിക്കൂർ 10-15 മിനിറ്റിനകത്ത് മാത്രമേ സിനിമയുടെ ദൈർഘ്യമുള്ളൂ. വളരെ എൻ്റർടൈനിങ് ആയിട്ട് കാണാം. 50-55 മിനിറ്റേ ഉള്ളൂ ഇൻ്റർവെൽ വരെയുള്ള ഡ്യൂറേഷൻ. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി. നല്ല പാട്ടുകളാണ്. അതുപോലെ തന്നെ ആ പെർഫോമൻസിലാണ് കുട്ടികളൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡയറക്ഷൻ, ആ ഫസ്റ്റ് പടമാണെന്ന് തോന്നാത്തിട്ട് നന്നായി ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായും വന്ന് കാണാൻ പെർഫോം ചെയ്തിട്ടുള്ള അജു വർഗീസിൻ്റെ ആണെങ്കിൽ കരിയർ ബെസ്റ്റ് പെർഫോമൻസുകളൊന്നാണ്. അതുപോലെ ജോണി ആൻ്റണി സാറിൻ്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസിലൊന്നാണ്. സൈജി കുറുപ്പിൻ്റെ ഗസ്റ്റ് പെർഫോമൻസ് വളരെ നന്നായിരുന്നു. അതുപോലെ ക്ലൈമാക്സ് തീർച്ചയായും വന്ന് കാണാം. ക്ലൈമാക്സിൽ കാണിക്കുന്നൊരു സാധനം കേരളത്തിലെ എങ്കിലും സ്കൂളുകളിൽ കൊണ്ടുവരേണ്ട ഒരു അത്യാവശ്യമായിട്ട് കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൊള്ളാം, നല്ല ഫിലിമാണ്. കുട്ടികളുടെ എല്ലാം കൊള്ളാം, നല്ല ഫിലിമാണ്. പിന്നെ നന്നായിട്ട് ഇഷ്ടമായി, കുഴപ്പമില്ല. നല്ല അടിപൊളി സിനിമ, സൂപ്പർ സിനിമ. ഒരു പ്രത്യേകതയുണ്ട്. പിന്നെ കുട്ടികളുടേതായിട്ടുള്ള അഭിനയമാണ് ഈ കിടു. അടിപൊളി സിനിമ. നമ്മളും പഴയ കാലത്തിലോട്ട് പോയ ഒരു ഓർമ്മ. പിന്നെ ആ ലാസ്റ്റ് വന്നിട്ട് ആ ക്ലാസ് റൂം അറേഞ്ച് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അതൊരു പുതിയ ഒരു ഇത്. എല്ലാവരും അഭിനയം, കുട്ടികൾ സൂപ്പർ. നല്ല പടം പറഞ്ഞു വയ്ക്കുന്നത് നമ്മളെ കുട്ടികളുടെ ഇടയിലുള്ള ഒരു സ്കൂൾ ലൈഫിലെ ഒരു കുറച്ച് ഇതൊക്കെ ഇൻസിഡൻസ് ആണ്. അല്ലാതെ വേറെ രാഷ്ട്രീയപരമൊന്നുമില്ല. നമ്മളൊരു സ്കൂൾ ലൈഫ് നടക്കുന്ന ചെറിയ ചെറിയ മൊമെന്റ്സിൻ്റെ ഒരു മൊമെന്റ് ആയിരിക്കും അതിൽ വേറെ. നല്ല എന്താ പറയുക, നല്ലൊരു മെസ്സേജ് പോലെ. മെസ്സേജ് എന്ന് പറയാൻ എല്ലാ പിള്ളേരുടെ സ്കൂളിലൊക്കെ നടക്കുന്ന രീതിയിലുള്ള നല്ലൊരു എന്താ പറയുക, നല്ല പടം. എല്ലാവരും കാണാം, ഫാമിലിയായിട്ട് കാണുന്ന ഒരു പടം തന്നെയാണ്. ഇന്നത്തെ ഒരു സ്കൂളിംഗ് മെക്കാനിസം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അത് കുറച്ചുകൂടി രസമായിട്ട് വരണം. കുട്ടികളെ എങ്ങനെയായിരിക്കും ട്രീറ്റ് ചെയ്യണം, ഇങ്ങനെ കുറേ വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്നാൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു പോകുന്ന, വളരെ സുഖിച്ച് കാണാൻ പറ്റുന്നൊരു സിനിമ. നല്ലൊരു മെസ്സേജ് ഉള്ളൊരു സിനിമയാണ്. നല്ല മ്യൂസിക്, നല്ല സ്ക്രീൻ പ്ലേ, എല്ലാം ഒത്തിണങ്ങി വന്നിട്ടുള്ളൊരു നല്ലൊരു സിനിമ. അല്ല, പുറത്തുനിന്ന് ഒരാളായിട്ട് നോക്കി കണ്ടാലും പടം നൈസാണ്. ആ തുടക്കം ഒരു കുറച്ച് സമയം നമ്മളൊന്ന് അങ്ങനെ ഒരു പതുക്കെയാണ് ബിൽഡ് ചെയ്ത് വരുന്നത്. ആ ഒരു പിള്ളേരുടെ ഒരു വേൾഡ് ബിൽഡ് ചെയ്ത് വരുന്നത് പതുക്കെയാണ്. ഇൻ്റർവെല്ലിനൊരു അരമണിക്കൂർ മുമ്പ് പടം ഒരു കയറ്റം കയറുന്നുണ്ട്. പിന്നെ ക്ലൈമാക്സ് വരെ ഒരു ഒറ്റ പോക്കാണ്. അടിപൊളിയായിട്ടുണ്ട്, നല്ല രസമാണ്. ഡയറക്ഷൻ ആയാലും മ്യൂസിക് അടിപൊളിയാണ്. ജയചേട്ടനാണ് മ്യൂസിക് BGM എല്ലാം അടിപൊളിയാണ്. പിള്ളേരുടെ പെർഫോമൻസും അടിപൊളി, ഗംഭീരം. അല്ലല്ല, ഒരിക്കലല്ല. മാണിക്കക്കല്ല് അത് അങ്ങനെ ഒരു കമ്പാരിസണേ ഇല്ല. ഫ്രഷ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ്, ഫ്രഷ് ആയിട്ടുള്ളൊരു പടമാണ്. സ്ക്രീൻ പ്ലേ നൈസാണ്. പിന്നെ ഈ ക്ലൈമാക്സിൽ ഇവരൊരു ഒരു പുതിയൊരു കാര്യം പറയുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു നമ്മുടെ സ്കൂളുകളിൽ തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യാവുന്നൊരു സെറ്റപ്പാണെന്ന് തോന്നുന്നു. അതെ, അത് നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും എനിക്ക് തോന്നുന്നു. നമ്മുടെ സമൂഹത്തിൽ തന്നെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാവുന്ന ഒരു സാധനമാണ് ലാസ്റ്റ് പറയുന്നത്. നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ്. നന്നായിട്ട് എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന നല്ലൊരു മൂവിയാണ്. നല്ലൊരു മെസ്സേജ് അതിനകത്തുണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ത്രില്ല് പോകും. അത് കണ്ടു കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു. പിള്ളേരെല്ലാം നല്ല രസമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിള്ളേരുടെ ഒരു പടമാണ്, നല്ല ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. കാണാൻ പറ്റിയ നല്ലൊരു മൂവിയാണ്.